അങ്ങനെ നമ്മൾ നേരെ റെഡി ആയി നെയ്യാറ്റിൻകര. അപ്പോൾ ഇതുള്ള നല്ല ഉറക്കമായി വണ്ടി കയറിപ്പോൾ. അങ്ങനെ നമ്മൾ ഇനി നെയ്യാറ്റിൻകര പോയിട്ട് ബാക്കി പരിപാടി എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. നേരെ വണ്ടിയുടെ രാമചന്ദ്രയുടെ ഫ്രണ്ടിൽ നിർത്തിയത് വീലും ഉറക്കം എഴുന്നേറ്റ്. ഇതെങ്ങനെ ഈ കൊച്ചറിയുന്ന ഒരു പിടുത്തമില്ല. കണ്ടു ഗായ്സ്, മാടമ്പള്ളിയിലെ മനോരോഗ്യം ഞാൻ കണ്ടു ഗായ്സ്. കഴിഞ്ഞ് പിന്നെ എന്റേതായി. അപ്പോൾ അമ്മ പറഞ്ഞ് ഷർട്ട് എടുക്കുന്നത്. എനിക്ക് പക്ഷേ ടീഷർട്ടിനോടാണ് താല്പര്യം. അങ്ങനെ ഞാൻ ടീഷർട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഷർട്ട് എടുത്ത് തരാമെന്ന് പറഞ്ഞ് അമ്മയെ കൊണ്ട് 2 ടീഷർട്ട് പിടിപ്പിച്ച് അതിനെയും ബില്ല് ചെയ്ത് മേടിച്ച് ഇനി നേരെ കേക്ക് മേടിക്കാനുള്ള പോക്കാണ്. അങ്ങനെ നമ്മൾ കേക്ക് ഓർഡർ ചെയ്ത കുട്ടി അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ റിലേറ്റീവ് കൂടെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കേക്കൊക്കെ മേടിച്ച് ക്യാഷെല്ലാം സെറ്റിൽ ചെയ്ത് ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക്. അങ്ങനെ നമ്മുടെ ഗസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. വേറെ ആരും വിളിച്ചിട്ടില്ല. ചെറിയ പരിപാടി കൊണ്ട് ഷിനിയുടെ വീട്ടുകാർ എൻ്റെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ. ഇനി ആരും വരാനില്ലാത്ത സ്ഥിതിക്ക് പരിപാടി തുടങ്ങാന്ന് ഷിനി. പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും അങ്ങനെ ഇനി അടുത്ത് കേക്ക് കട്ടിങ്ങിലോട്ട് പോവാം. ഈ ഒരു സംഭവം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം അവർ ഗിഫ്റ്റ് തരാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലാൻ ഉണ്ടെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കാണെങ്കിൽ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നുമില്ല, ചെറിയൊരു ആഘോഷം മതി എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായിരുന്നാലും ഇതുവരെയായിട്ട് ഞാൻ പറഞ്ഞില്ല എന്താണ് വാങ്ങിച്ചതെന്നോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം പുള്ളിക്കാരി എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞു എന്തൊന്നും വാങ്ങാതെ. ഞാൻ പറഞ്ഞു കുറച്ച് ടൈറ്റാണ്, കുറച്ച് അടുത്ത പ്രാവശ്യം ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. എന്തായാലും ഇവരൊക്കെ പോയതിന് ശേഷം മാത്രമേ ഞാൻ ഗിഫ്റ്റ് കൊടുക്കത്തുള്ളൂ. ഇതാണ് ഇന്നത്തെ ഗിഫ്റ്റ് ഗൈസ്. സത്യം പറയാലോ ഭയങ്കര സന്തോഷമായി. അവച്ച് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. കൊച്ചിന് തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തതാണ്. ഇതുപോലെ ഒന്ന് അലോന ഷിനിക്കുണ്ട്. അത് നമുക്ക് അതുപോലെ എൻ്റെ ഗിഫ്റ്റിലുണ്ടായിരുന്ന പോലെ തന്നെ ഒരു ഡയറി മിൽക്കിൻ്റെ മുട്ടായി ഷിനിയുടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല ഹാപ്പിയായി. സൂപ്പറായിരുന്നു, സൂപ്പർ ഗിഫ്റ്റ് ആയിരുന്നു. കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല മഴയും കാറ്റും. പിന്നെ അത് കുറേ നേരം കണ്ടോട്ടെ. ഇനി എന്തായാലും അവരെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് ഇവർക്ക് സർപ്രൈസ് കൊടുക്കാം. അവർക്ക് പോയ സ്ഥിതിക്ക് ഞാൻ നൈസായിട്ട് എൻ്റെ ഗിഫ്റ്റ് ഓർത്തെടുത്തു. ഇനി അത് കൊണ്ടു കൊടുക്കാം. അപ്പം സർപ്രൈസ് ആവുമോ അതോ എന്താകുമെന്ന് കണ്ടറിയാം. ശരി അതൊക്കെ ചെറിയ നമ്പരല്ലേ? നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റിൻ്റെ വിലയിലല്ലോ കാര്യം. അപ്പോൾ ഇത് കുറേ നാളുകൊണ്ട് ഷിനി എൻ്റെ അടുത്ത് ഇത് കാണുമ്പോഴൊക്കെ പറയുമായിരുന്നു എനിക്ക് ഡീറ്റെയിൽ വാച്ച് വേണം. ഒരു വാച്ച് ഉണ്ടായിരുന്നു, അതെൻ്റെതായിരുന്നു. അപ്പോൾ അവൾക്കൊന്ന് വേണമെന്ന് അവൾ എപ്പോഴും പറയുമായിരുന്നു. എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ടു, അതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊച്ചു ആനിവേഴ്സറി പ്രോഗ്രാം. അപ്പം വീഡിയോ കാണുന്നവരെല്ലാവരും ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.